ഹായ് മക്കൾസ്, ഫാസിൽ സാറാണ്. ബേസിക് സയൻസിൽ ബയോളജിയിൽ ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത് പല ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഞാൻ അറിയാത്ത ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, വേഗം ഈ വീഡിയോ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ചുമ്മാ ഒന്ന് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 2 ചാപ്റ്ററുകളാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ. ഇതിൽ മൊത്തം കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളാണ്. സിമ്പിളാണ്, വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമുക്കൊരു കഥ പോലെ കേട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് അടിപൊളിയായിട്ട് പഠിക്കാം. അതിനുശേഷം പിന്നെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അത് 4th ചാപ്റ്ററാണ്, വൈ ക്ലാസിഫിക്കേഷൻ. വൈ ക്ലാസിഫിക്കേഷനിലും അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കിങ്ഡം, ഫൈലം, അതുപോലെ തന്നെ ക്ലാസ് ഓർഡർ, പിന്നെ അതുപോലെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ അത്യാവശ്യം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും രസകരമാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ടൊന്ന് സീരിയസ് ആയിട്ട് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നോ ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ചാപ്റ്ററാണ് എന്ത് ചെയ്യേണ്ടത്, മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. വൈ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ക്രിസ്മസ് എക്സാമിന് ബയോളജിയിൽ ചോദിക്കാം. പിന്നെ ഒരു ചാപ്റ്ററും കൂടി എന്ത് ചെയ്യണം, ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്ത് ചെയ്യുക, വെറുതെ ഓടിച്ച് വായിച്ച് നോക്കാം. അതായത് 6th ചാപ്റ്റർ, ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. അതിൻ്റെ ആദ്യത്തെ ഒരു 2-3-4 പേജ് മാത്രമേ പൊതുവേ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാറുള്ളൂ. അതിന് ഇത്തവണയും ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്ററുകൾ, അതായത് 3rd ചാപ്റ്ററും 4th ചാപ്റ്ററും എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് വള്ളി പുള്ളി തെറ്റാതെ എല്ലാ ഭാഗവും ക്ലിയർ കട്ടായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കാം. പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഈ ഒരു 5th ചാപ്റ്റർ എന്ത് ചെയ്യുക, ജസ്റ്റ് ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കുക. അത്ര പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് മാർക്ക് 100% 20 ഒന്നും ഞാൻ പറയുന്നില്ല. 20 ഒരു 19 എന്തായാലും കിട്ടും. 20 വേണ്ട കേട്ടോ. കാരണം 20 ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു എന്താണ് ഷോ ആണ്, അതിന് ഭയങ്കര പഠിപ്പി അങ്ങനെയൊക്കെ പറയും. ഇനി അങ്ങനെ വാങ്ങിച്ചാലും കുഴപ്പമൊന്നും കേട്ടോ. 20 വാങ്ങിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾ വാങ്ങിക്കാതിരിക്കേണ്ട. പക്ഷേ എൻ്റെ ഒരു താല്പര്യം എന്താ വെച്ചാൽ 20 19 ഇങ്ങനെ നിർത്താം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, പിന്നെ എനിക്ക് 20 വാങ്ങിക്കണമായിരുന്നുള്ളൊരു സാധനം ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഉഷാറായിട്ട് പഠിക്കും. 20 ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയാം, ചിലപ്പോൾ നമ്മൾ മടിയന്മാരാവും. എനിക്കെല്ലാം അറിയാലോ, അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. പിന്നെ മാത്രമല്ല 20 നമുക്ക് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 20 19 ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യും, അടുത്തതിൽ നമുക്ക് 19 കിട്ടിയാൽ കുഴപ്പമില്ല, 19 നല്ല മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു ട്രിഗർ വരും 20 വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി. പക്ഷേ ഏറ്റവും ബെറ്റർ ഫുൾ മാർക്ക് വാങ്ങിക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കേട്ടോ, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ. എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ 2 ചാപ്റ്ററുകൾ, ഏത് 2 ചാപ്റ്ററുകൾ, വൈ ക്ലാസിഫിക്കേഷനും ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സും, അതെന്താ ചെയ്യുക, വൃത്തിക്ക് അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ്, സാർ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓണപ്പരീക്ഷൻ്റെ പോർഷൻസ് ചോദിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. മേ ബി ചോദിക്കാം. അത് കൂടുതൽ മാർക്കിനൊന്നും ചോദിക്കില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ മാർക്കിനെ ചോദിക്കുള്ളൂ. ഒരു മാക്സിമം ഒരു 4-3 മാർക്കിന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതും കൂടി എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് ചുമ്മാ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത് 3rd-ഉം 4th-ഉം ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ചിട്ട് പോവുക. നോക്കിയിട്ടില്ല, ആ രീതിയിലൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, വല്ലാണ്ട് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, യെസ്, സീ യു സൂൺ.